ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മൂവി ഡേറ്റ് ആട്ടോ, തുടരും ഫിലിമിന് പോവുകയാണേ. ആമിക്ക് സിനിമ എന്നേ അറിയുള്ളൂ, എമ്പുരാൻ എന്നാണ് അവൾ പറയുന്നത്. പിന്നെ നെസ്റ്റോ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അത് രണ്ടും അവൾക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കണം, ഇപ്പോഴാണ് ടൈം ഒത്ത് വന്നത്. എങ്ങട്ടാ പോണേ? നെസ്റ്റോക്കാ? സിനിമക്കല്ലേ? ഏത് സിനിമക്കാ? എങ്ങോട്ടാ? എമ്പുരാന്. ഏത് കാട്ടിലാണ്? ആണോ? പാമി വാവർങ്ങല്ലേ? ഉറങ്ങിക്കോളുന്ന ഇങ്ങനെ ഉറങ്ങ, ഇങ്ങനെ ഉറങ്ങ. തിരൂർ ഗയാമിലേക്കാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര റഷാണ്. പിന്നെ എവിടെയോ എന്തോ ഉത്സവം ഉള്ളത് കാരണം അതിൻ്റെ തിരക്കും കൂടി റോട്ടിലുണ്ടായിരുന്നു. സോ പാർക്കിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നെസ്റ്റോൻ്റെ ഒക്കെ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് വന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല, സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തിയേറ്ററിലേക്ക് എത്തിയപ്പോഴേക്കും എന്താ അവസ്ഥ വെച്ചാൽ ഷോയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്ന ടൈമാണ്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, അങ്ങോട്ട് ഉന്തി തള്ളി കയറി പോവാണ്. നമ്മളാണെങ്കിൽ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ പോകുക കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് തിരൂർ ഗയാം തിയേറ്ററിലേക്കാണ്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ, ടിക്കറ്റ് പ്രിൻ്റൊക്കെ എടുത്തിട്ട്. അങ്ങനെ ടിക്കറ്റ് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സൈഡിലേക്കാണെങ്കിൽ സ്ലോപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകാനാണ് ഞാൻ ലൈനേനെ വിളിക്കുന്നത്. ലൈനയാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. ആ ഭാഗത്ത് കൂടി പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളൊരു ഫീലാണ്. അതായത് ആ ഒരു ഭാഗത്തെ ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മലയാള സിനിമയിലെ ഒരുപാട് സിനിമകളും സംവിധായകരും ആക്ടേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട്, അതായത് ഒരു കൊളാഷ് രൂപത്തിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഫ്രെയിമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കാനും നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവിടേക്കാണ് പോകുന്നത്. കയറി ഉടനെ തന്നെ അവൾക്ക് പോപ്കോൺ വേണം, അതുപോലെ ജ്യൂസും വേണം. സോ ഞങ്ങൾ രണ്ടും വാങ്ങിക്കൊടുത്തു കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി അകത്ത് കയറി അവളിതൊരു വഴിക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, അച്ഛനും മോളും അത് കഴിക്കുന്നുണ്ട്, ജ്യൂസും പിടിക്കുന്നുണ്ട്. മൂവി തുടങ്ങി കേട്ടോ, എനിക്ക് ഒരുപാട് വിഷമം തോന്നി, ഒരുപാട് കരഞ്ഞു. നമ്മൾ അങ്ങനെയാണല്ലോ, വിഷമങ്ങൾ വരുമ്പോൾ കരഞ്ഞു പോകുമല്ലോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടു, ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ മൂവി കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. ആമിക്കുട്ടിയാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ സുധി അവളെ എടുത്തെങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ ആളും ബഹളമൊക്കെ ആയപ്പോൾ അവൾ കണ്ണ് തുറന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും പടം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ കട്ടയ്ക്കൊന്ന് കൂടെ നോളൂ കേട്ടോ. ബൈ.